നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം 7 കൊലപാതകത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യവുമായി കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബങ്ങൾ രംഗത്ത്. കൊല ചെയ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ VM സുധീരൻ സന്ദർശിച്ചു. കോൺഗ്രസ് നേതാക്കളോടൊപ്പം എത്തിയ VM സുധീരൻ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബങ്ങളെ ആശ്വസിപ്പിച്ചു. കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ സന്ദർശിച്ചു. കൊലപാതക രാഷ്ട്രീയത്തെ എല്ലാവരും തള്ളണമെന്ന് മന്ത്രി E ചന്ദ്രശേഖരൻ. റവന്യൂ മന്ത്രി കൊല ചെയ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ സന്ദർശിച്ചത് ജനരോക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടാനാണെന്ന് VM സുധീരൻ. അന്വേഷണ നടപടികൾ നിലവിൽ കസ്റ്റഡിയിലുള്ളവരിൽ ഒതുക്കാനാണ് പോലീസ് ശ്രമമെന്നും സുധീരൻ. പെരിയയിലെ ഇരട്ടക്കൊലപാതകം പാർട്ടി തലത്തിൽ നടന്നിട്ടുള്ള ഉന്നതതല ഗൂഢാലോചനയുടെ ഫലമാണെന്ന് തെളിഞ്ഞതായി UDF നേതാക്കൾ. സർക്കാരിന്റെ 1000 ദിനാഘോഷ പരിപാടികൾ ബഹിഷ്കരിക്കുമെന്നും നേതാക്കൾ. പൈക്കം മണവാട്ടി BV മഖാം ഉറൂസി 23 മുതൽ മാർച്ച് 3 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 5 പേരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തി. ഇതോടെ കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം 7 ഇതിനിടെ കൊലപാതകത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യവുമായി കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബങ്ങൾ രംഗത്തെത്തി. പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 5 പേരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തി. ആലക്കോട് സ്വദേശി സുരേഷ്, കല്യോട്ട് സ്വദേശികളായ ജിജിൻ, അനിൽ, ശ്രീരാഗ്, അശ്വിൻ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം കല്യോട്ട് സ്വദേശിയായ സജി ജോർജിനെ അറസ്റ്റ് ചെയ്തിരുന്നു. മുഖ്യ സൂത്രധാരൻ പീതാംബരൻ ഉൾപ്പെടെ കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം ഇതോടെ 7 ഇതിനിടെ കൊലപാതകത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യവുമായി കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബങ്ങൾ രംഗത്തെത്തി. ഇരട്ടക്കൊലപാതകം CBIക്ക് വിടണമെന്ന ആവശ്യവുമായി കൊല്ലപ്പെട്ട കൃപേഷിന്റെ മാതാപിതാക്കളാണ് ആദ്യം രംഗത്ത് വന്നത്. CPIMന്റെ കൂടുതൽ പ്രാദേശിക നേതാക്കൾ കൊലയിൽ പങ്കാളികളായിട്ടുണ്ടെന്നും കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണൻ വെളിപ്പെടുത്തി. അറസ്റ്റിലായ പീതാംബരൻ കാണിച്ചുകൊടുത്ത് അന്വേഷണ സംഘം കണ്ടെത്തിയ ആയുധങ്ങൾ കൊലപാതകത്തിന് ഉപയോഗിച്ചവയല്ലെന്നാണ് കൃഷ്ണന്റെ മറ്റൊരു ആരോപണം. കൊലയ്ക്ക് പണം നൽകിയും മറ്റും സഹായിച്ചവരെ അടക്കം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പീതാംബരൻ മാത്രമല്ല, പീതാംബരന്റെ വേക്കലും അതിൽ പൈസ കൊടുത്ത് സഹായിച്ചവരും 2 പേര് വലിയ പൈസക്കാരാണ്. ഒന്ന് ശാസ്ത്രകാരനും ബൽസനും. ഇവിടെ ബൽസൻ അവിടെ ശാസ്ത്രകാരൻ. ഇവരെ ഈ പൈസ കെട്ട് ഒഴുക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. വെച്ചാൽ എല്ലാവരുടെ ഇത് പുറത്ത് ഗുണ്ടകൾക്ക് പൈസ കൊടുക്കേണ്ടി വരും. അത് നമുക്കത് അറിയുന്നതല്ലേ. അപ്പോൾ അത് ചെയ്യിപ്പിച്ചത് ഇവരെ അന്വേഷണത്തോട് CBI അന്വേഷണം എനിക്ക് എൻ്റെ മകനെ ചെയ്തിരുന്നു. CBI അന്വേഷണം ഞാൻ ആവശ്യപ്പെടും. രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ മകനെ CPMകാർ നേർച്ചക്കോഴിയാക്കുകയായിരുന്നുവെന്നാണ് കൃപേഷിന്റെ അമ്മ ബാലാമണിയുടെ പ്രതികരണം. എന്റെ മോനെ കൊന്നപ്പോ എനിക്ക് കാണിച്ചു തരണം. പിന്നെ പിടിച്ചു പറയണ എല്ലാരും വന്നിട്ട് പീതാംബരൻ മാത്രമായിരിക്കും ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. പീതാംബരൻ മാത്രമായിരിക്കില്ല. പീതാംബരനൊന്നും എന്റെ മോനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പിയക്കന്നെ അച്ഛനെടുക്കല്ല. അപ്പിയക്കന്നെ എന്റെ മോനെ കണ്ടുകൂടാതായത്. ദുബൈയിലല്ല എന്റെ മോന്റെ ഫോട്ടോ ഇട്ട് കൊടുത്തിട്ടേ ഞങ്ങളെ നേർച്ച കോയി അതുവരെ ആക്കിയില്ലേ. സംസ്ഥാന സർക്കാരിനെയും CPMനെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുന്ന ആരോപണമാണ് കൃപേഷിന്റെ മാതാപിതാക്കൾ ഉന്നയിച്ചിരിക്കുന്നത്. സമാന പരാതികളുമായി കൊല്ലപ്പെട്ട ശരത് ലാലിന്റെ കുടുംബങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനായി നിയമ നടപടി സ്വീകരിക്കുന്നതിനുള്ള നീക്കത്തിലാണ് കുടുംബം. ന്യൂസ് ഡെസ്ക് KCN. പെരിയ കല്യോട്ട് കൊല ചെയ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ കോൺഗ്രസ് നേതാവ് VM സുധീരൻ സന്ദർശിച്ചു. കോൺഗ്രസ് നേതാക്കളോടൊപ്പം എത്തിയ VM സുധീരൻ കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബങ്ങളെ ആശ്വസിപ്പിച്ചു. കരഞ്ഞുതീരാത്ത കണ്ണുകളുമായി വേദനയോടെ കഴിയുന്ന ശരത് ലാലിന്റെയും കൃപേഷിന്റെയും വീടുകളിലേക്ക് കോൺഗ്രസ് നേതാവ് VM സുധീരൻ എത്തിയപ്പോൾ കുടുംബങ്ങൾക്കത് ആശ്വാസമായി. കുടുംബങ്ങളുമായി ദുഃഖം പങ്കുവെച്ച VM സുധീരൻ നിഷ്ഠൂരമായ കൊലപാതകത്തെ അപലപിച്ചു. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും കുടുംബങ്ങൾക്ക് നീതി ലഭിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.
കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വീട്ടിൽ ഏറെ നേരം ചിലവഴിച്ചാണ് VM സുധീരൻ മടങ്ങിയത്. കോൺഗ്രസ് ജില്ലാ നേതാക്കളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് KCN. പെരിയ കല്യോട്ട് കൊല ചെയ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ സന്ദർശിച്ചു. സർക്കാർ പ്രതിനിധിയായാണ് മന്ത്രി കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വീട്ടിലെത്തിയത്. കൊലപാതക രാഷ്ട്രീയത്തെ എല്ലാവരും തള്ളണമെന്ന് വീടുകൾ സന്ദർശിച്ച ശേഷം മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. വ്യാഴാഴ്ച രാവിലെയാണ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട ശരത്ലാലിന്റെയും കൃപേഷിന്റെയും വീടുകൾ സന്ദർശിച്ചത്. വീടുകൾ സന്ദർശിച്ച മന്ത്രി ഇ ചന്ദ്രശേഖരനോട് ശരത്ലാലിന്റെ പിതാവ് സത്യനാരായണൻ വികാരഭരിതനായാണ് സംസാരിച്ചത്. തന്റെ മകൻ എന്തു തെറ്റാണ് ചെയ്തതെന്നും നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നത് തെറ്റാണോ എന്നും അദ്ദേഹം മന്ത്രിയോട് ചോദിച്ചു. സംരക്ഷണം കൊടുക്കേണ്ട സർക്കാരാണ് ജീവനെടുത്തത്. പാർട്ടിക്കാരാണ് ഗൂഢാലോചന നടത്തിയത്. പീതാംബരന്റെ തലയിൽ കുറ്റം കെട്ടിവെച്ച് രക്ഷപ്പെടുവാനാണ് ശ്രമിക്കുന്നത്. CBI വന്നാൽ സംസ്ഥാന സർക്കാർ ഉണ്ടാകുമോ എന്നും സത്യനാരായണൻ വികാരഭരിതനായി മന്ത്രിയോട് ചോദിച്ചു. സമാധാനപ്പെടാൻ നമ്മുടെ നാട്ടില് നമുക്ക് മുൻകൂട്ടി കാണുന്നുണ്ട്. ഇവർ വകവരുത്തി ഇവർ കൂടാതെ എപ്പോഴും അവിടെ ബ്രാഞ്ചകത്ത് നടക്കുന്ന കൂടാതെ നമുക്ക് അറിയപ്പെടുന്നുണ്ട്. കൃത്യമായിട്ട് അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ഈ സർക്കാർ തയ്യാറായില്ലെങ്കിൽ അതിന് നമുക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മൾ CBI അന്വേഷണം എന്നൊരു സംഭവം കൃത്യമായി ശിക്ഷ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ഈ നാട്ടിൽ ദുരന്തം ഇതൊന്നുമല്ല. കൊലപാതകത്തെ ഒരു തരത്തിലും അംഗീകരിക്കുവാൻ സാധിക്കില്ല എന്നാണ് കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വീടുകൾ സന്ദർശിച്ച ശേഷം മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞത്. വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന സംഘടനത്തിന്റെ ഭാഗമായാണ് പലപ്പോഴും കൊലപാതകങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ പെരിയയിൽ ഇത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല. അക്രമത്തെ തുടർന്നാണ് മരണം സംഭവിച്ചത്. രാഷ്ട്രീയപരമായ ചേരിതിരിവുകൾ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കണമായിരുന്നു. ഇത്തരം പ്രശ്നങ്ങൾ രാഷ്ട്രീയപരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ പാടില്ലായിരുന്നു. കൊല ചെയ്യപ്പെട്ടവരും കൊല ചെയ്തവരും രണ്ട് പ്രസ്ഥാനത്തിലായതിനാലാണ് പല വ്യാഖ്യാനങ്ങളും സംഭവത്തിൽ ഉണ്ടാകുന്നതെന്നും മന്ത്രി പറഞ്ഞു. LDF നേതാക്കളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മന്ത്രി ഇ ചന്ദ്രശേഖരനോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് KCN. റവന്യൂ മന്ത്രി കൊല ചെയ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ സന്ദർശിച്ചത് ജനരോക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടാനാണെന്ന് VM സുധീരൻ. മന്ത്രിസഭയിൽ CBI അന്വേഷണം ആവശ്യപ്പെടാൻ അദ്ദേഹം തയ്യാറാകുമോ എന്നും VM സുധീരൻ ചോദിച്ചു. അന്വേഷണ നടപടികൾ നിലവിൽ കസ്റ്റഡിയിലുള്ളവരിൽ ഒതുക്കാനാണ് പോലീസ് ശ്രമമെന്നും സുധീരൻ കാസർഗോഡ് പറഞ്ഞു. നിലവിലുള്ള പോലീസ് അന്വേഷണം തൃപ്തികരമല്ല. പോലീസിന് എത്ര ശ്രമിച്ചാലും സത്യത്തിലേക്ക് നീങ്ങാനാവില്ല, യാഥാർത്ഥ്യങ്ങളിലേക്ക് നീങ്ങാനാവില്ല. ഇതിൻ്റെ പുറകിലെ ബന്ധപ്പെട്ട ഉന്നതരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ സാധ്യമാകില്ല. അതുകൊണ്ട് എത്രയും വേഗത്തിൽ ഈ കേസ് CBIക്ക് വിടുക എന്നത് മാത്രമാണ് കരണീയമായിട്ടുള്ളത്. ഈ ക്രൂരമായ കൊലപാതകത്തിനെതിരെ ഉയർന്നു വന്ന ജനരോഷത്തിൽ നിന്നും സ്വയം രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഇതെന്ന് പറയുന്നതിൽ അതിയായ ദുഃഖമുണ്ട്. കാരണം ഇത്ര ക്രൂരമായൊരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിന് CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടാൻ തയ്യാറുണ്ടോ? മന്ത്രിസഭയിൽ അവർ ആവശ്യപ്പെടുമോ? അല്ലെങ്കിൽ മറ്റ് ഔദ്യോഗിക തലങ്ങളിൽ അവർ ആവശ്യപ്പെടുമോ? അറസ്റ്റ് ചെയ്യപ്പെട്ട CPM നേതാവിന്റെ ഭാര്യയുടെ വെളിപ്പെടുത്തലിലൂടെ പെരിയയിലെ ഇരട്ടക്കൊലപാതകം പാർട്ടി തലത്തിൽ നടന്നിട്ടുള്ള ഉന്നതതല ഗൂഢാലോചനയുടെ ഫലമാണെന്ന് തെളിഞ്ഞതായി UDF നേതാക്കൾ. ഇടതു സർക്കാരിന്റെ അക്രമ രാഷ്ട്രീയ നിലപാടിൽ പ്രതിഷേധിച്ച് സർക്കാരിന്റെ 1000 ദിനാഘോഷ പരിപാടികൾ ബഹിഷ്കരിക്കുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ്, ശരത്ലാൽ എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പാർട്ടി അറിയാതെ കൊല നടക്കില്ലെന്നാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട CPM നേതാവിന്റെ ഭാര്യ വെളിപ്പെടുത്തിയത്. ഇതിലൂടെ ഇരട്ടക്കൊലപാതകം പാർട്ടി തലത്തിൽ നടന്നിട്ടുള്ള ഉന്നതതല ഗൂഢാലോചനയുടെ ഫലമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. കൊലപാതകങ്ങൾക്ക് സർവ്വസഹായവും നൽകിയ CPMന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കേസന്വേഷണം അട്ടിമറിക്കുമെന്നും അതുകൊണ്ട് തന്നെ ഇരട്ടക്കൊലപാതക കേസ് CBI അന്വേഷിക്കണമെന്നും മുഴുവൻ പ്രതികളെയും ഗൂഢാലോചന നടത്തിയവരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും UDF നേതാക്കൾ ആവശ്യപ്പെട്ടു. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് SP ഓഫീസ് മാർച്ച് അടക്കമുള്ള പ്രക്ഷോഭ പരിപാടികൾ നടത്തും. കൊലപാതകങ്ങൾക്ക് ഭരണത്തിന്റെ പരിരക്ഷ നൽകി നാടിന്റെ സമാധാനാന്തരീക്ഷം തകർക്കുന്ന ഇടത് സർക്കാരിന്റെ അക്രമ രാഷ്ട്രീയ നിലപാടിൽ പ്രതിഷേധിച്ച് സർക്കാരിന്റെ 1000 ദിനാഘോഷ പരിപാടികൾ ബഹിഷ്കരിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു.
UDF ചെയർമാൻ MC കമറുദ്ദീൻ, ജനറൽ കൺവീനർ A ഗോവിന്ദൻ നായർ, DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പൈക്കം മണവാട്ടി BV മഖാം ഉറൂസ് 23 മുതൽ മാർച്ച് 3 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാത്രി 8 മണിക്ക് കാസി മുഹമ്മദ് തങ്ങൾ മദനി ഉദ്ഘാടനം ചെയ്യും. ഷമീർ ദാരിമി മുഖ്യപ്രഭാഷണം നടത്തും. ദിവസവും രാത്രി 8 മണിക്ക് പ്രാർത്ഥനയും പ്രഭാഷണവും ഉണ്ടാകും. 28 വൈകിട്ട് 4 മണിക്ക് മജ്ലിസിൻ നൂറിന് സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നുംകൈ നേതൃത്വം നൽകും. മാർച്ച് 3 സമാപന സമ്മേളനം സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. കുമ്മനം നിസാമുദ്ദീൻ അസ്സരി മുഖ്യ പ്രഭാഷണം നടത്തും. 4 രാവിലെ 7 മണിക്ക് അന്നദാനത്തോടെ ഉറൂസിന് സമാപനം കുറിക്കും. 2019 ഫെബ്രുവരി 23 മുതൽ മാർച്ച് 3 വരെയാണ് പരിപാടി. കേരളത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരും സദാത്തുക്കളും ഉമറാക്കളൊക്കെ പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടിയാണ്. പ്രത്യേകം അറിയിക്കാനുള്ളത്, ഏതൊരു ഉറൂസ് പരിപാടിയും 3 or 5 വർഷത്തിലൊരിക്കലാണ് കൊണ്ടാടാറ്. പക്ഷേ പൈക്കിയെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കും. മുഹമ്മദ് തങ്ങൾ മദനി, ഷമീർ ദാരിമി, ഷെരീഫ് പൈക്ക, BA ഹമീദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഉളിയത്തടുക്ക ഖിദ്മത്തുൽ ഇസ്ലാം സംഘത്തിന്റെ 6ാം വാർഷിക പൊതുസമ്മേളനത്തിന് തുടക്കമായി. 27 വരെ ഉളിയത്തടുക്ക SP നഗറിലാണ് പരിപാടി. 6ാം വാർഷിക പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി സ്വലാത്ത് മജ്ലിസുന്നൂർ അടക്കമുള്ള പരിപാടികൾ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരും സദാത്തുകളും വിവിധ ദിവസങ്ങളിലായി വേദിയിലെത്തും. വിവിധ ദിവസങ്ങളിലായി കടയ്ക്കൽ ഷെഫീഖ് ബദരി, അൽബാക്കവി, ഹാഫിള് EP അബൂബക്കർ അൽകാസിമി പത്തനാപുരം, ഹാഫിള് സിറാജുദ്ദീൻ അൽകാസിമി പത്തനാപുരം, ഷമീർ ദാരിമി കൊല്ലം, അബ്ദുൽ വഹാബ് നൈമി കൊല്ലം തുടങ്ങിയവർ മതപ്രഭാഷണം നടത്തും. കേരളക്കരയിൽ തന്നെ പ്രഗത്ഭരും പ്രശസ്തരുമായ പ്രാസംഗികന്മാർ പ്രഭാഷണം നടത്തും. പ്രഗത്ഭരായ സാദാത്യങ്ങളുടെ കൂട്ടുപ്രാർത്ഥനയും സ്വലാത്ത് മജ്ലിസും അതുപോലെ തന്നെ മജ്ലിസുൻ നൂറും ഒക്കെ നടക്കുന്ന പരിപാടി. സമാപന ദിവസം കേരളക്കരയിലെ തന്നെ പ്രഗത്ഭനായ പ്രാസംഗികൻ M നൗഷാദ് ബാക്കവി പ്രഭാഷണത്തിന് നേതൃത്വം നൽകും. സംഘടനാ രക്ഷാധികാരി കുഞ്ഞാലി ഹാജി, ഖിദ്മത്തുൽ ഇസ്ലാം സംഘം പ്രസിഡന്റ് ഷാഫി SP നഗർ, കൺവീനർ കലന്തർ ഷാഫി ചെമ്മനാട്, വൈസ് പ്രസിഡന്റ് നവാസ് ഉളിയത്തടുക്ക, വെളിച്ചം 2019 പരിപാടിയുടെ കോർഡിനേറ്റർ അബ്ദുൾ റസാഖ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള കർണാടക അതിർത്തി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ സിയാറത്ത് കേന്ദ്രമായ കുന്തൂർ ബേൽപ്പാടി മഖാം ഉറൂസിന് തുടക്കമായി. ഉറൂസിൽ സംബന്ധിക്കാനായി കർണാടകയിൽ നിന്നടക്കം നിരവധി വിശ്വാസികളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. ജമാഅത്ത് പ്രസിഡന്റ് അനീസ് നൂജില പതാക ഉയർത്തിയതോടെയാണ് ഉറൂസിന് തുടക്കമായത്. കുമ്പോൾ സയ്യിദ് മുക്താർ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അബ്ദുൾ റഷീദ് റഹ്മാനി മുഖ്യ പ്രഭാഷണം നടത്തി. രാത്രി നടന്ന മജ്ലിസുന്നൂർ ആത്മീയ സംഗമത്തിന് ഫക്രുദ്ദീൻ ഹസനി ഖാദിരി തങ്ങൾ താനൂർ നേതൃത്വം നൽകി. തുടർന്നുള്ള ദിവസങ്ങളിൽ മതപണ്ഡിതർ പ്രഭാഷണം നടത്തും. ശനിയാഴ്ച നടക്കുന്ന സമാപന പരിപാടി അത്രാടി കാസി അബൂബക്കർ ഹാജി ഉദ്ഘാടനം ചെയ്യും. അസൈദ് ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ അധ്യക്ഷത വഹിക്കും. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. അബ്ദുൾ റഷീദ് റഹ്മാനി ആമുഖ പ്രഭാഷണം നടത്തും. ഷമീസ് ഖാൻ നാഫി ഇടുക്കി മുഖ്യ പ്രഭാഷണം നടത്തും. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് നുള്ളിപ്പാടിയിൽ ഗ്രേറ്റ് ബോംബെ സർക്കസിന് ശനിയാഴ്ച മുതൽ തുടക്കമാവും. കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ B ഫാത്തിമ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്യുമെന്ന് മീഡിയ മാനേജർ ശ്രീഹരി നായർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ കളക്ടർ ഡോക്ടർ D സജിത് ബാബു മുഖ്യാതിഥിയായിരിക്കും. കാസർഗോഡ് ASP D ശില്പ, കാസർഗോഡ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് P രമേശ്, വാർഡ് കൗൺസിലർ ദിനേശ് എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും. മെയ് വഴക്കത്തിന്റെ വിസ്മയ കാഴ്ചകളാണ് സർക്കസിൽ കാഴ്ചക്കാർക്കായി ഒരുക്കിയിരിക്കുന്നത്. അന്താരാഷ്ട്ര കലാകാരന്മാരുടെ അഭ്യാസ പ്രകടനങ്ങൾ സർക്കസിന് മിഴിവേകും. ദിവസേന 3 പ്രദർശനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഉച്ചയ്ക്ക് 1 മണിക്കും വൈകിട്ട് 4 മണിക്കും രാത്രി 7 മണിക്കുമാണ് പ്രദർശനം. ഇതിഹാസപൂർണമായ 100ാം വർഷത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ കാഴ്ചക്കാർക്കായി ഒട്ടേറെ വിസ്മയ പ്രകടനങ്ങൾ ഗ്രേറ്റ് ബോംബെ സർക്കസിൽ ഒരുക്കിയിട്ടുണ്ടെന്നും ശ്രീഹരി നായർ പറഞ്ഞു. ഇന്ന് നിലവിലുള്ള സർക്കസ് കമ്പനികളുടെ ഇടയിൽ ഏറ്റവും പഴക്കമേറിയ സർക്കസ് എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു സർക്കസ് ഗ്രേറ്റ് ബോംബെ സർക്കസാണ്. എന്നുവെച്ചാൽ
1920 തുടങ്ങിയ സ്ഥിതിക്ക് ഇന്നിപ്പം 100 കൊല്ലം കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന ഒരേ ഒരു ഇന്ത്യൻ സർക്കസ് എന്ന് പറയുന്നത് ഗ്രേറ്റ് ബോംബെ സർക്കസ് ആണ്. ഈ ഗ്രേറ്റ് ബോംബെ സർക്കസിന് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വിദേശ കലാകാരന്മാരാണ്. ഇവിടെ നമ്മളുടെ അടുത്ത് ഇപ്പം ഇത്യോപ്യയിൽ നിന്ന് ആർട്ടിസ്റ്റ് ഉണ്ട്. ശ്രീഹരി നായരോടൊപ്പം സീതു, നേപ്പാളി കലാകാരന്മാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ 1000 ദിനാഘോഷങ്ങൾക്ക് ജില്ലയിൽ തുടക്കമായി. ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് കാഞ്ഞങ്ങാട്ട് വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 1000 ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കാഞ്ഞങ്ങാട്ട് വർണ്ണാഭമായ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. പുതിയകോട്ട മാന്തോപ്പ് മൈതാനത്ത് നിന്നും ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്ര നോർത്ത് കോട്ടശ്ശേരിയിൽ സമാപിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭയിലെയും വിവിധ പഞ്ചായത്തുകളിൽ നിന്നുമായി 2000-ഓളം കുടുംബശ്രീ പ്രവർത്തകർ ഘോഷയാത്രയിൽ പങ്കെടുത്തു. കൂടാതെ ജനപ്രതിനിധികൾ, NCC, NSS വളണ്ടിയർമാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, വ്യാപാരികൾ, യുവജന കൂട്ടായ്മകൾ, ലയൺസ്, റോട്ടറി ക്ലബ് പ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങിയവരും ഘോഷയാത്രയുടെ ഭാഗമായി. സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന വിവിധ പ്ലോട്ടുകളും ശിങ്കാരി ബാൻഡ് മേളവും മുത്തുകുടകളും ഘോഷയാത്രയെ വർണ്ണാഭമാക്കി. ആയിരം ദിനാഘോഷം ജില്ലാതല സമാപന സമ്മേളനം 27 വൈകിട്ട് 6 മണിക്ക് നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് ധർണ നടത്തി. സംസ്ഥാന സെക്രട്ടറി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. ബഡ്ജറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ടല്ലേ ഈ പ്രവൃത്തി ഏറ്റെടുക്കുന്നത്? ബഡ്ജറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ടല്ലേ ടെൻഡർ വിളിക്കുന്നത്? ഈ ബഡ്ജറ്റ് ഉൾപ്പെടുത്തി ടെൻഡർ വിളിച്ചാൽ ഈ ഫെബ്രുവരി മാസത്തിലും മാർച്ച് മാസത്തിലും എങ്ങനെയാണ് പൈസ ഇല്ലാതിരിക്കല്? അപ്പോൾ ഏക ഗവൺമെന്റിന് തിരിമറിക്കാൻ കഴിയുന്ന പൈസ PWD കരാറുകാരുടെയും സാധാരണ കരാറുകാരുടെയും പൈസ മാത്രമാണ്. അത് മാറ്റണം ഗവൺമെന്റ്. വയലിൽ പണിയെടുത്താൽ വരമ്പത്ത് കൂലി എന്ന് പറയുന്ന ആൾക്കാരാണ് ഭരിക്കുന്നത്. അത് വെച്ചുകൊണ്ട് കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഞങ്ങൾ വേറെ ഒന്നും പറയുന്നില്ല. ഞങ്ങൾ ഗവൺമെന്റിനോട് കടം ചോദിക്കുന്നില്ല. ഞങ്ങൾ വേറെ ഒന്നും ചോദിക്കുന്നില്ല. സിമന്റിന്റെ അനിയന്ത്രിതമായ വിലക്കയറ്റത്തിനെതിരെയാണ് പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റ് ധർണ നടത്തിയത്. EK പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP രമേശൻ, C വിനോദ് കുമാർ, കള്ളിക്കാട് ബാബുരാജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. KSRTC എംപ്ലോയീസ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ ബസ് ഡേ ആചരിച്ചു. ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. ജനകീയ ട്രാൻസ്പോർട്ട് ജനകീയ വികസനം എന്ന മുദ്രാവാക്യവുമായി പൊതുഗതാഗത സംവിധാനം ആരംഭിച്ച ഫെബ്രുവരി 20-ന് ബസ് ഡേ ആയി ആചരിച്ചു. KSRTE CITUവിന്റെ നേതൃത്വത്തിലാണ് ബസ് ഡേ ആചരണം നടന്നത്. പൊതുഗതാഗതം പ്രോത്സാഹിപ്പിച്ച് KSRTCയുടെ വരുമാന വർധനവ് ലക്ഷ്യമിട്ട് 100 ദിന കർമ്മ പദ്ധതികളാണ് ലക്ഷ്യമിടുന്നത്. ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി TK രാജൻ നിർവഹിച്ചു. KSRTE ജില്ലാ സെക്രട്ടറി M സന്തോഷ് അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് M ലക്ഷ്മണൻ, CITU ഏരിയ സെക്രട്ടറി KV രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. ബസ് ഡേയുടെ ഭാഗമായി യാത്രക്കാർക്ക് സംഘടനാ പ്രവർത്തകർ മധുരം നൽകി. RG കമ്മത്ത്, V പ്രസാദ്, S ബിജു, CK സിന്ധു, KR വിജു, T രാജൻ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വമേകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ മതേതരത്വ സർക്കാർ വരേണ്ടത് ഇന്ത്യയുടെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമാണെന്ന് മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ ട്രഷറർ കലക്ടർ മാഹിൻ ഹാജി. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ടോക്ക് ടൈം വിത്ത് ലീഡേഴ്സ് എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യ ചേരിയുടെ വിജയത്തിന് പ്രവാസികളുടെ പങ്കും നിർണായകമാണെന്നും കലക്ടർ മാഹിൻ ഹാജി അഭിപ്രായപ്പെട്ടു. ഇന്ന് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസത്തിന്റെ ശക്തികൾ ഭരണത്തുടർച്ചയ്ക്ക് ശ്രമിക്കുകയാണ്. കേന്ദ്ര ഭരണത്തിന്റെ കെടുതിയിൽ ഇന്ത്യൻ ജനത ശ്വാസം മുട്ടി പിടയുകയാണ്. ഈ തിരഞ്ഞെടുപ്പിൽ പ്രവാസി വോട്ട് യാഥാർത്ഥ്യമായില്ലെങ്കിൽ കൂടിയും ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന 4ാമത്തെ തൂണായി പ്രവാസികൾ മാറണം. കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും ഒരു വോട്ട് പോലും പാഴായി പോകാതെ മതേതര മുന്നണികളുടെ പെട്ടിയിലാക്കുവാനുള്ള കർമ്മമാണ് പ്രവാസികളിൽ അർപ്പിതമായ ദൗത്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
ജില്ലാ പ്രസിഡന്റ് അബ്ദുള്ള ആറങ്ങാടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മീറ്റ് ദി ലീഡേഴ്സ് ദുബായ് KMCC പ്രസിഡന്റ് ഇബ്രാഹിം എളേറ്റിൽ ഉദ്ഘാടനം ചെയ്തു. സലാം കന്യപ്പാടി, അഷ്റഫ് എടനീർ, മെഹമ്മൂദ് ഹാജി പൈവലികെ, അഫ്സൽ മെട്ടമ്മൽ, ഹസൈനാർ ഹാജി എടച്ചക്കൈ, ഹംസ തൊട്ടി, അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ മഞ്ചേശ്വരം, അഷ്റഫ് കർല, MA ഖാലിദ് സാഹിബ്, ഹനീഫ് ഗോൾഡ് കിങ്, ആസിഫ് മാളിക, മെഹമ്മൂദ് ഹാജി പൈവലികെ, CH നൂറുദ്ദീൻ, റഹ്മാൻ ബീച്ചാരക്കടവ്, സലാം തട്ടാഞ്ചേരി, അഷ്റഫ് പാവൂർ, ഹാഷിം പടിഞ്ഞാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം 7 കൊലപാതകത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യവുമായി കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബങ്ങൾ രംഗത്ത്. കൊല ചെയ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ VM സുധീരൻ സന്ദർശിച്ചു. കോൺഗ്രസ് നേതാക്കളോടൊപ്പം എത്തിയ VM സുധീരൻ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബങ്ങളെ ആശ്വസിപ്പിച്ചു. കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ സന്ദർശിച്ചു. കൊലപാതക രാഷ്ട്രീയത്തെ എല്ലാവരും തള്ളണമെന്ന് മന്ത്രി E ചന്ദ്രശേഖരൻ. റവന്യൂ മന്ത്രി കൊല ചെയ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ സന്ദർശിച്ചത് ജനരോക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടാനാണെന്ന് VM സുധീരൻ. അന്വേഷണ നടപടികൾ നിലവിൽ കസ്റ്റഡിയിലുള്ളവരിൽ ഒതുക്കാനാണ് പോലീസ് ശ്രമമെന്നും സുധീരൻ. പെരിയയിലെ ഇരട്ടക്കൊലപാതകം പാർട്ടി തലത്തിൽ നടന്നിട്ടുള്ള ഉന്നതതല ഗൂഢാലോചനയുടെ ഫലമാണെന്ന് തെളിഞ്ഞതായി UDF നേതാക്കൾ. സർക്കാരിന്റെ 1000 ദിനാഘോഷ പരിപാടികൾ ബഹിഷ്കരിക്കുമെന്നും നേതാക്കൾ. പൈക്കം മണവാട്ടി BV മഖാം ഉറൂസി 23 മുതൽ മാർച്ച് 3 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.